എന്റെ കലിപ്പൻ രചന ഫർസാന ഫർസു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അവളെ അന്വേഷിക്കണം, പറഞ്ഞിരുത്തി കൊണ്ടുവരണം. കൊല്ലാനും മടിക്കാത്തവനവൻ. എല്ലാവരും ഷിയാബിന്റെ വാക്കുകൾ ശരിവെച്ചു. കാരണം ഫാസിൽ എന്താ എങ്ങനെയെന്ന് നിങ്ങൾക്കറിയില്ലല്ലേ? പറയാം. ഷിയാബിന്റെ കൂടെ പഠിച്ചവനാണ് ഫാസിൽ. തനിക്കൊരു ജോലി വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു കുറെ വർഷങ്ങൾക്ക് ശേഷം ഫാസിൽ ഷിയാബിനെ വിളിച്ച്. കൂടെ പഠിച്ചവനുപരി അവന്റെ അവസ്ഥകൾ കേട്ട് കമ്പനിയിൽ ഉയർന്ന പോസ്റ്റ് തന്നെ ഷിയാബ് അവൻ ഒരുക്കി. പക്ഷേ കമ്പനിക്ക് കൂടെ നഷ്ടമായി വന്നു. തന്റെ ആത്മാർത്ഥ ഫ്രണ്ടിനെ ആരും സംശയിച്ചില്ല. പക്ഷെ കമ്പനിയിലെ പല പ്രൊജക്റ്റും നഷ്ടമായി. പണത്തിനോടുള്ള ആർത്തി മൂലം അവൻ കമ്പനിയിലെ പണം മോഷ്ടിച്ചു. അത് അവന് മറച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല. തെളിവ് സഹിതം അവനെ പിടിച്ചു ഷിയാബ്. അതിനുശേഷം അവനെ കുറിച്ച് അന്വേഷിച്ചു. ഒരു പീഡന കേസിൽ നിന്ന് നാടുവിട്ടതാണ് അവൻ. അവളെ അന്വേഷിച്ച് അവർ താമസിക്കുന്ന സ്ഥലത്ത് അവരെത്തി. എല്ലാവരും ഉണ്ടായിരുന്നു. അവരെ കണ്ടയുടനെ അവൾ അവരുടെ അടുത്തേക്ക് ഓടി. എന്നോട് ക്ഷമിക്കണോ ഉപ്പ? ഞങ്ങൾക്കറിയാം നിനക്കൊരു തെറ്റുപറ്റിയെന്ന്. സാറില്ല, നീ ഞങ്ങളുടെ കൂടെ വാ. എന്തിന്? ഇയാൾക്ക് എട്ടിച്ചു കൊടുക്കാനോ? അവൾ ഷിയാബിനെ നോക്കി പറഞ്ഞു. മോളെ, അവരാ ഞങ്ങളിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് നിന്നെ രക്ഷിക്കാൻ. ഫാസിൽ ഒരു ദുഷ്ടനാ. സ്വത്തിനു വേണ്ടിയാ നിന്നവൻ. ആര് പറഞ്ഞു സ്വത്തിനു വേണ്ടിയാണെന്ന്? ഷിയാബായിരിക്കും സ്വത്തിനു വേണ്ടി ഒന്നും മടിക്കാത്തവൻ, അവൾ പറഞ്ഞു. നീ എങ്ങോട്ടായി കയറിപ്പോണ്? നീ സ്നേഹിക്കുന്നവനെ ഒരു പെണ്ണുപിടിയനാ. നീ കണ്ടുപിടിച്ചവൻ എന്തായാലും കൊള്ളാം. എളാപ്പ, ഇനി എന്തെങ്കിലും ഫാസിലെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ. ഓ, മോൾക്ക് ഞങ്ങളെക്കാൾ വലുത് അവനായില്ലേ? അങ്ങനെയല്ല ഉപ്പ, അവനില്ലാത്ത പറയുമ്പോൾ അവൻ പാവ, എനിക്കറിയാം. നീ ഞങ്ങളുടെ കൂടെ പോയിരുന്നില്ലേ പിന്നെ വരാൻ ശ്രമിക്കരുത്. എനിക്കിങ്ങനെ ഒരു മകളില്ല. ഞാൻ അങ്ങനെ കരുതിക്കോളാം. എനിക്ക് അവനെ വിട്ടുവരാൻ കഴിയില്ല, അവൾ ഉറപ്പിച്ച് പറഞ്ഞു. വാ പോവാം. സൈനുദ്ദീൻ തിരിഞ്ഞടന്നു. എളാപ്പ, അവരെന്നാലും കൂടെ പൊറുക്കാൻ തീരുമാനിച്ചു. അത് ഹലാലായ മാർഗത്തിൽ വേണം. നമുക്ക് നിക്കാഹ് കഴിച്ചു കൊടുക്കാം, ഷിയാബ് പറഞ്ഞു. അങ്ങനെ നിക്കാഹ് കഴിപ്പിച്ചു കൊടുത്ത് അവർ മടങ്ങി. ഞാൻ കാരണം എനിക്കെല്ലാം നഷ്ടമായില്ലേ? ഫാസിൽ അവളോട് ചോദിച്ചു. എൻ്റെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ കൂടെ ഉണ്ടായാൽ മതി, അവൾ പറഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞു. അവരുടെ ചെലവിന് റെയ്ഹാനയുടെ സ്വർണ്ണം വിൽക്കാൻ തുടങ്ങി. കള്ളനായതുകൊണ്ട് എവിടെയും ജോലി കിട്ടില്ലെന്ന് റെയ്ഹാനയെ വിശ്വസിപ്പിച്ചു. അവന്റെ സ്നേഹത്തിൽ അവളൊരു ചതിയും കണ്ടില്ല. ദിവസങ്ങൾ കഴിയുന്തോറും ചെലവ് കൂടി വന്നു. തന്റെ സ്വർണ്ണം മുഴുവൻ ഫാസിൽ കയ്യിലാക്കി. ഇനിയിപ്പോ എന്താ ചെയ്യുക റെയ്ഹാന? നമ്മളെങ്ങനെയാ ജീവിക്കുക? അറിയില്ല. നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ സ്വത്തിന്റെ ഭാഗം ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് കേസ് കൊടുക്കാം. അത് വേണ്ട, അല്ലെങ്കിൽ ഉപ്പാൻ ഒരുപാട് വേദനിപ്പിച്ചു. ഇക്കാക്ക് പഠിച്ച ജോലി കിട്ടാനല്ലേ പ്രയാസം. വല്ല കൈത്തൊഴിൽ ചെയ്താലും ജീവിതം മുന്നോട്ടുണ്ടാവല്ലോ. അത് ശരിയാ, നോക്കാം, അവൻ പറഞ്ഞു. റെയ്ഹാനെ പോലെ ആവരുത് റിയ. ചെറുപ്പത്തിൽ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞ ബഷീറിന്റെ മോനായിട്ടുള്ള കല്യാണം. അവനിപ്പോ 17 മിടുക്കനാ. ഞാനത് ഉറപ്പിച്ചു. സൈനുദ്ദീൻ പറഞ്ഞു. എന്തെങ്കിലും ഈ പറയുന്നത്? ഓൾക്കിപ്പോ 12 ആയിട്ടുള്ളൂ, സൂറ പറഞ്ഞു. കല്യാണം ഇപ്പൊ ഒന്നുമില്ല സൂറ. അവള് റെയ്ഹാനെ പോലെ ആവരുത്. അവളെ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തണം. മോളെ, ഓർമ്മകളിൽ നിന്നും റിയ ഞെട്ടി ഉണർന്നു. ഇത്താ, ഞാനെല്ലാം കേട്ടു. എനിക്കിതിന് ഉപദേശിക്കാനുള്ള അർഹതയൊന്നുമില്ല. ഉമ്മയും ഉപ്പയും വെറുപ്പിക്കണ്ട. വെറുപ്പിച്ചതിന് തിരിച്ചടി കിട്ടും. എന്നെ പോലെ ജന്മം തന്നവർ നമ്മളെ ചതിക്കില്ല, അതും പറഞ്ഞ് ഇത്ത പോയി. ഞാൻ ബാൽക്കണിയിൽ പോയി നിന്നു. മാനത്തെ നക്ഷത്രങ്ങളെ നോക്കി. അഫ്സൽ, ഹലോ, ഞാൻ നിങ്ങളുടെ കലിപ്പൻ. എന്നെ നിങ്ങൾ കലിപ്പനായി തോന്നുന്നുണ്ടോ? റിയയുടെ മാത്രം കലിപ്പനായിട്ട് നിൽക്കാൻ എനിക്കിഷ്ടം. അവളോ ബെസ്റ്റ് കാന്താരി. ഞാൻ വലിയ സന്തോഷത്തിലാണ്. എന്താ കാരണം എന്നറിയാലോ? അവസാനം ഞാൻ എൻ്റെ പ്രണയവളോട് പറഞ്ഞു. ആൾക്ക് എന്നോട് ഇഷ്ടമുണ്ട്. അന്ന് ഞാൻ അവളെ മൈൻഡ് ചെയ്യാതിരുന്നപ്പോൾ ആ മുഖത്ത് ദേഷ്യവും സങ്കടവും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം തന്നെ മനസ്സിലാക്കാമല്ലോ ഇഷ്ക്. ഞാൻ മൈൻഡ് ചെയ്യാനായിട്ട് അവനിവനെ കൊണ്ട് പറയിപ്പിച്ചിരുന്നു. നാളെ അവൾ എന്നോട് എന്തായാലും ഇഷ്ടം പറയും. ഇന്ന് തന്നെ പറയാമായിരുന്നു. അപ്പോഴാ ഏതോ ഒരു കോന്തൻ അവനെൻ്റെ കൈ കിട്ടിയ. സാരല്ല, നാളെ പറയാലോ. നാളെ ആയാൽ മതിയായിരുന്നു. രാവിലെ സ്കൂളിലെത്തിയ ഉടനെ C2Bയിലേക്ക് നോക്കി. നമ്മുടെ മൊഞ്ചത്തിക്കുട്ടി ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ. ഇന്നും നേരം വൈകോ കുരുപ്പ്. പിന്നെ സ്റ്റാഫ് റൂമിൽ പോയി ബെല്ലടിക്കാൻ കാത്തു നിന്നു. അല്ലെങ്കിലേ കാണാൻ വേഗം ബെല്ലടിക്കും. അങ്ങനെ ബെല്ലടിച്ച് ക്ലാസ്സിൽ കയറി. ആള് വന്നിട്ടുണ്ടല്ലോ, ആ കുരുപ്പ്. നമ്മളെ മൈൻഡ് ചെയ്യാതെ ഫ്രണ്ട്സിനോട് സൊള്ളിക്കൊണ്ടിരിക്കുക. നീ എന്നെ മൈൻഡ് ചെയ്യൂലല്ലേ? ആഹാ, എന്താ നിശബ്ദത. എല്ലാവരും മിണ്ടാതിരുന്നു. പക്ഷേ അവളെന്നെ നോക്കുന്ന പോലുമില്ല. സ്കൂൾ വിട്ടിട്ട് ആ സ്ഥലത്ത് വെച്ച് അവളെന്നെ പ്രപ്പോസ് ചെയ്യും. ഹലോ സർ, എന്താ ആലോചിച്ചിരിക്കുക? ആ ടീച്ചറോ? ഞാൻ വെറുതെ. സാറിന്റെ പോർഷനൊക്കെ തീർന്നോ? എവിടെ? ഇനിയുണ്ട്. എക്സാം ആവാനായില്ലേ? ഇനിയിപ്പോൾ സ്പെഷ്യൽ ക്ലാസ് എടുക്കേണ്ടി വരും. വേഗം തീർക്കണം. സ്പെഷ്യലൊക്കെ പാടാ. അവളെ ഞാൻ പലയിടത്ത് വെച്ച് കണ്ടെങ്കിലും അവൾ എനിക്കൊരു പരിചയവും കാണിച്ചില്ല. ചിലപ്പോൾ എന്നെ വട്ടാക്കാനാവും, അതാവും. അയ്യ മോളൂസേ, എൻ്റെ അടുത്ത് നടക്കൂല. നിന്നെ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് പിടിച്ചോളാം. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത്. സർ. ആ ഷിഫാന സർ, എനിക്കൊരു ഡൗട്ട്. ഈ പെണ്ണിൻ്റെ ഒരു ഡൗട്ട് അതിപ്പോഴാണ് ചോദിക്കുന്നത്. ഞാൻ ഇറങ്ങട്ടെ, ഇപ്പോഴേ ലേറ്റായി. സാറിന് കല്യാണം നോക്കുന്നുണ്ടോ? അതാണോ നിന്റെ ഡൗട്ട്? അല്ല, ഉണ്ടോ? എനിക്ക് കല്യാണം നോക്കുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ നീ അറിയേണ്ട ആവശ്യമില്ല. അവളൊരു കല്യാണം. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിലെത്തി. പക്ഷെ ഞാൻ എത്തിയപ്പോഴേക്കും അവൾ പോയിരുന്നു.
ഷിഫാനെ തെണ്ടി, അവൾക്ക് എന്നെ കാത്തിന്നൂടായിരുന്നോ? പിറ്റേ ദിവസവും ഇതുപോലെ തന്നെയായിരുന്നു ബസ് സ്റ്റോപ്പിൽ. ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞ് വേഗം ഇറങ്ങി. ആള് വരുന്നതേ ഉള്ളൂ. കുറെ കുട്ടികളുണ്ട്. അടുത്തുള്ള കടയിൽ നിന്ന് ചായ വാങ്ങി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ നോക്കി. അവൾ എന്നെ നോക്കുന്ന പോലുമില്ല. പെട്ടെന്ന് അവൾ ബസ്സിൽ കയറിപ്പോയി. അവൾ എന്തോന്നും മൈൻഡ് പോലും ചെയ്യാതെ പോയത്. ഇനി എന്തെങ്കിലും പ്രശ്നം? ഏയ്. ഉറങ്ങാൻ കിടക്കുമ്പോഴും എന്റെ ചിന്ത അവളിൽ തന്നെയായിരുന്നു. ഞാൻ മെസ്സേജ് അയച്ചിട്ട് ഒരു റിപ്ലൈയും ഇല്ല. ആള് വീട്ടിലേക്ക് പോയാലോ എന്ന് ചിന്തിച്ചു. വേണ്ട, തടികിടക്കണ്ട, നാളെ എന്തായാലും വിടില്ല. ആരുണ്ടാലും കുഴപ്പമില്ല, എന്താ മൈൻഡ് ചെയ്യാത്തതെന്ന് ചോദിക്കണം. പിറ്റേ ദിവസം ബസ് സ്റ്റോപ്പിൽ എന്തായാലും പോകാനൊരുങ്ങിയെങ്കിലും ഒരു ചമ്മൽ. എന്തോ ഭാഗ്യത്തിന് ബസ് സ്റ്റോപ്പിൽ ആരുമില്ല. ആവൂ. ഞാൻ അവിടേക്ക് പോയി. അവിടെ സുബിയോ ഓളുമേ ഉള്ളൂ. റിയ, നീ എന്തിനാ മൈൻഡ് ചെയ്യാത്ത? ആളൊന്നും മിണ്ടിയില്ല. നിനക്ക് ചെവിയില്ലേ? ഡീ, നീ ഒരു കാര്യം പറയാന്ന് പറഞ്ഞിട്ട്. സാർ മെല്ലെ, ആൾക്കാർ കേൾക്കും. കേട്ടോട്ടെ, എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല, എനിക്കുണ്ട്. ശരി, നീ ആ ആൾക്കാർ ഞാൻ ആയിത്തരാം. ബസ്സിന് പോകാനുള്ള കാശ് എൻ്റെ കയ്യിലുണ്ട്. ഓ നിന്നെ, എനിക്ക് ഇതിനോട് ഇത്തിരി ഒറ്റയ്ക്ക് സംസാരിക്കണം. ഇവൾക്കും കേൾക്കാൻ പറ്റുന്ന പറഞ്ഞാൽ മതി. റിയ, ഞാൻ പോവാ, സുബി പറഞ്ഞു. സുബി നിക്ക്. നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, പിന്നെ എന്തിനങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞു നിങ്ങളെ ഇഷ്ടമാണെന്ന്? നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് ഇത് എനിക്കുണ്ടാവണമെന്നുണ്ടോ? റിയ പ്ലീസ്, ഇത് പറഞ്ഞ് ഡിസ്റ്റർബ് ചെയ്യരുത്. നല്ല സാറന്മാരുടെ പേരുകളായിരുന്നു. ഇല്ല, നിനക്കെന്നോട് പ്രണയമുണ്ട്. നീ ആളെ വട്ടാക്കുക. ഇയാളെ കൊണ്ട്. ആൾ ബസ്സിൽ കയറിപ്പോയി. ബസ് പോകുന്ന നോക്കി ഞാൻ നിന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആൾക്ക് എന്തോ ഉണ്ട്. ആളുടെ മനസ്സിൽ എന്തൊക്കെയോ ഒളിച്ചിരിപ്പുണ്ട്, കണ്ടുപിടിക്കണം. ഞാനൊന്നും ഉറങ്ങിയില്ല. ആൾ പറഞ്ഞ ഓരോ വാക്കിനിൽ തറഞ്ഞുകൊണ്ടിരുന്നു. ആളെ ഡിസ്റ്റർബ് ചെയ്യരുതെന്നല്ലേ? കാണിച്ചു തരാം. ആഷിക്കിനെ വിളിച്ച് പറഞ്ഞാലോ? എന്തിനു വെറുതെ, നാളെ കഴിഞ്ഞിട്ട് പറയാം. പിറ്റേന്നും ഇതേ അവസ്ഥ. ബസ് സ്റ്റോപ്പിലും കിട്ടിയില്ല ഓളെ. ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം ആലഞ്ചോട്ടിൽ അവരിന്ന് സംസാരിക്കായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയി സംസാരിച്ചു. റിയ, എന്നെ കണ്ടയുടനെ അവർ മാറി തന്നു. ഞാനെന്താ നിന്നോട് ചെയ്ത്? നീ എന്തിനെന്നെ അവോയ്ഡ് ചെയ്യുന്നു? നിനക്കെന്നെ ഇഷ്ടമല്ലേ? എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമാണെന്ന്. പക്ഷെ എന്തോ നിന്നെ തടഞ്ഞിരുത്തുന്നു. എന്താ അത്? എനിക്കങ്ങനെ പ്രണയമൊന്നുമില്ല സാറേ. നീ കള്ളം പറയാണ് റിയ. നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അത് നിനക്കും അറിയാം. നീ അത് ഒളിപ്പിക്കുക. പക്ഷെ നിന്റെ കണ്ണുകളത് പറയാതെ പറയുന്നുണ്ട്. ആളൊന്നും പറയാൻ കുറേ നേരം നിന്നു. ശേഷം പറഞ്ഞു, എൻ്റെ കല്യാണം നിശ്ചയിച്ചതാ. ഇനി ഇങ്ങനെ പറഞ്ഞു വരണ്ട. നമ്മൾ ഇനിയും ഫ്രണ്ട്സായിട്ട് തന്നെ ഇരുന്നാൽ മതി. ഓ അതാണ് കാര്യം. നൈസായിട്ട് തേക്കുക വേറെ ആളെ കണ്ടപ്പോ. ഞാനതിന് നിങ്ങളോട് ഇഷ്ടം പറഞ്ഞു. ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാ തേക്കലാവുന്നത്? നീ ഇഷ്ടം പറയാൻ നിൽക്കുമായിരുന്നില്ലേ? ആര് പറഞ്ഞു? എല്ലാ ആണുങ്ങളും ഇങ്ങനെയാ. ആൾ ദേഷ്യപ്പെട്ടുകൊണ്ട് പോയി. അവളുടെ നിശ്ചയം കഴിഞ്ഞെന്നോ? ഇല്ല, അവളെന്നെ പറ്റിക്കുകയാവും. ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിച്ചു. ആഷിക്കിനോട് ചോദിച്ചാലോ? ചോദിക്കാം. ഹലോ ഡാ, എന്താടാ റീനു പ്രപ്പോസ് ചെയ്തോ? എവിടെ? അപ്പോഴേക്കും വേറൊരുത്തം വന്നു. അവളുടെ നിശ്ചയം കഴിഞ്ഞില്ലേ? നീ അറിഞ്ഞില്ലേ? ഞാൻ ചോദിച്ചു. ഏതവനടാ തെണ്ടി പട്ടി എന്നെ പിടി തട്ടിക്കൊണ്ടു പോകുന്നവൻ? എനിക്ക് ടെൻഷനാവുന്നുണ്ട്. ആരാടാ? ഇനി ഇഷ്ടം പറയുള്ളൂ. എടാ പോത്തെ, അങ്ങനെയൊന്നുമില്ല. അവള് നിന്നെ വട്ടാക്കിയതാ. അപ്പൊ ഇല്ലേ? ഓഹോ, ചുമ്മാ പറഞ്ഞാണല്ലേ? അപ്പൊ പിന്നെ കുഴപ്പമില്ല. പിന്നെന്തിനാടാ അവളിനെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? നീ ഒന്ന് വിളിച്ചു പോയിക്കോ. ഞാൻ നോട്ടെ, ഞാൻ നിന്നെ വിളിക്കാം. വേഗം വിളിക്കണടാ. ഓക്കെ. ഞാൻ അവനെ കോൾ വെയിറ്റ് ചെയ്തു. ഈ പന്നി എന്താ വിളിക്കാത്തെ? അങ്ങോട്ട് വിളിച്ചാലോ? വേണ്ട, ഇങ്ങോട്ട് വിളിക്കട്ടെ. കാരണം അവളോട് പറയുമോ? ആ വിളിച്ചു. ഡാ എന്തായി? അവൾ പറഞ്ഞോ? എടാ ഞാൻ അനുവിനെ കൊണ്ട് വിളിപ്പിച്ചു. നീ അവൾക്ക് വിളിച്ചിരുന്നോ രാത്രി 11 മണിയായപ്പോ? അവൻ ചോദിച്ചു. ഞാൻ പ്രപ്പോസ് ചെയ്തെന്ന്. കൊള്ളാം, അതോളം ഉമ്മ പിടിച്ചു. അതിന് എൻ്റെ ശബ്ദമൊന്നും കേട്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ സംശയിക്കുമോ? എടാ അവൾ നിന്റെ കൂടെ പോകുന്ന ആരോ കണ്ടിട്ടുണ്ട്. അവളുമ്മ നന്നായിട്ട് ഉപദേശിച്ചു, അതാ കാരണം. ഒരു ഉപദേശം കൊണ്ട്? എന്നാ ശരി മോനെ. അപ്പൊ എന്റെ മഞ്ചത്തെ കുട്ടിയെ സ്നേഹമുള്ളവളാ. എന്റെ ബീവി നീ തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ചു. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ അവളെ മൈൻഡ് ചെയ്യാനേ പോയില്ല. അവൾ മൈൻഡ് ചെയ്യാനായിട്ടൊന്നുമില്ല. ഒരു ദിവസം സ്കൂൾ വിട്ട് ബസ് സ്റ്റോപ്പിൽ വഴി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരുത്തൻ അവളെ പിടിച്ചു വലിക്കുന്നുണ്ട്. അവളാകെ പേടിച്ച് പറിച്ചിരുന്നു. ആരാ എൻ്റെ പെണ്ണിനെ? ഞാൻ അവരുടെ അടുത്തേക്ക് പോയി. ഏയ് എന്താ പ്രശ്നം? ഞങ്ങൾ കുടുംബക്കാരാ. അത് ചോദിക്കാൻ താനാരാടാ? അതും പറഞ്ഞുകൊണ്ട് അവർ റിയെ വലിച്ചു. കുടുംബക്കാർ കൈ പിടിച്ച് വലിച്ചു കൊണ്ടുപോകാറുണ്ടോ? അത് പറഞ്ഞൊരു ചവിട്ടുകൊടുത്തതിന് ശേഷമാണ് ആ ചവിട്ടിൽ അവനത് നിലത്തിയെടുക്കുന്നു. എഴുന്നേൽക്കാനുള്ള ആരോഗ്യം പോലെയാണോ നിനക്ക്? ആ അലച്ചയോടെ വന്ന് അവനെന്റെ വയറിനൊരിടി. ഞാൻ വിട്ടില്ല, കുറെ ഇടിച്ചു. അവനവിടുന്ന് പോയി. പൂവർ പോയി. പേടിച്ചു പോയി. ഞാൻ കുറച്ച് സ്റ്റൈലിൽ തിരിഞ്ഞ് കൈകൾ കൂട്ടിയിടിച്ചു. പേടിച്ചുറച്ചെന്ന് അവളെന്നെ കെട്ടിപ്പിടിച്ചു. എന്റെ ചുറ്റും കിളികൾ പറന്നുകൊണ്ടിരുന്നു. അതിലൊരു കിളി എന്നെ കണ്ണിറുക്കി കാണിച്ചു. അവൾ എന്നെ മാറത്ത് തലയാഴ്ച കിടക്കുന്നു. പെട്ടെന്ന് അവൾ എഴുന്നേറ്റു. താങ്ക്സ്. ആരാവൻ? എന്തിനാ നിന്നെ? എന്റെ താത്തയുടെ ഹസ്ബൻഡ്. നിന്റെ അളിയനോ? ഓ റിയാക്ഷൻ ഒന്നും വേണ്ട. ഹസ്ബൻഡായിരുന്നു, ഇപ്പോഴല്ല, ഡിവോഴ്സായി. അയാളെന്താ വന്നേ? അത് എൻ്റെ ബസ് വന്നു, ഞാൻ പോട്ടെ. റിയ, നിനക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട്, അതെനിക്കറിയാം. എന്ത് പ്രശ്നം ഉണ്ടായാലും എന്നോട് പറയാം. ഒരു ഫ്രണ്ടായ രീതിയിൽ മതി. ആളൊരു പുഞ്ചിരിയോടെ ബസ്സിൽ കയറി.
എന്തിനാണ് അവളെ ഉപദ്രവിക്കുന്നത്? ഡിവോഴ്സ് ആയത് എന്താ? അങ്ങനെ കുറെ ചോദ്യങ്ങൾ മനസ്സിൽ വന്നുകൊണ്ടിരുന്നു. ആഷിഖിനോട് ചോദിക്കാം, എന്താടാ എടാ റിയയുടെ താത്ത എന്താ ഡിവോഴ്സ് ആയത്? അത് അയാളത്ര നല്ലതല്ലായിരുന്നു. നീ എന്താ ഇതൊക്കെ ചോദിക്കുന്നത്? ഇന്ന് ബസ് സ്റ്റോപ്പിൽ റിയയോട് പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. അയാളോ? അയാളപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയോ? എടാ റിയാനെ നീ ഒന്ന് സൂക്ഷിക്കണം. നിന്റെ ശ്രദ്ധ അവളിൽ തന്നെ വേണം. ഞാൻ വെക്കുക. അതെന്താ കാരണം? വെച്ചോ. ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഞാൻ അവനെ വീണ്ടും വിളിച്ചു. അവനും ബിസിയായിരുന്നു. എനിക്ക് സമാധാനമേ ഇല്ല. പിറ്റേന്ന് സ്കൂളിൽ വരാന്തയിൽ ആൾ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് ചെന്നു. റിയ, നിനക്കെന്താ പറ്റിയത്? നീ ഇപ്പോൾ പഴയ പോലെ അല്ലല്ലോ. എന്തിനെന്തിനാ അയാള്? സാർ ആഷിഖിനോട് അന്വേഷിച്ചില്ലേ? അത് നീ അറിഞ്ഞോ? പക്ഷെ അവനൊന്നും പറഞ്ഞില്ല. ഒരു സുഹൃത്ത് എന്ന നിലയിൽ നിനക്കെന്നോട് പറയാം. സർ, ഒരു കാര്യം പറയാനുണ്ട്. ഇതെവിടുന്ന് കെട്ടിയെടുത്തു പണ്ടാരം. ഷിഫാന. എന്താ ഷിഫാന? സർ, പേഴ്സണലാ. സർ, ഞാൻ പോവാ എന്ന് പറഞ്ഞ് റിയ പോയി. ഈ ഒരു പണ്ടാര കുരിപ്പ്. എന്താ ഷിഫാന? ഞാൻ ദേഷ്യത്തോട് ചോദിച്ചു. ഞാൻ പറയട്ടെ, ദേഷ്യപ്പെടല്ലേ? പറഞ്ഞു തുറക്ക്. എനിക്ക് സാറിനെ ഇഷ്ടം. സാറിനെ എന്ന് കണ്ടോ അന്ന് എനിക്ക് ഇഷ്ടം തോന്നിയതാ. കഴിഞ്ഞോ? ഞാൻ നിന്നെ പഠിപ്പിക്കുന്ന സാറാ. പഠിപ്പിക്കുന്ന സാറുമാരെ പ്രണയിക്കുന്ന എനിക്ക് നാളല്ലേ? സാറിനെ പ്രിയയുടെ പിന്നാലൊക്കെ പോവാം. സാർ എന്ത് പറഞ്ഞാലും സാറിനെ ഒന്ന് പോയടി, നീ ഒന്ന് ഒലത്തും. അതും പറഞ്ഞ് ഞാൻ അവിടുന്ന് പോന്നു. ബസ് സ്റ്റോപ്പിൽ ചുമ്മാ നിൽക്കുകയായിരുന്നു. വായി നോക്കിയൊന്നല്ലായിരുന്നു. അപ്പോഴാണ് സുബിയന്റെ അരികിൽ വന്നത്. റിയക്ക് സാറിനോട് എന്തോ പറയാനുണ്ട്. അതിനെന്താ? റിയയുടെ ഇവിടെ വെച്ച് പറ്റില്ല. ലേറ്റായോളം മമ്മി ചീത്ത പറയും. അപ്പൊ എങ്ങനെ? നാളെ ശനിയല്ലേ? നാളെ എൻ്റെ വീട്ടിലേക്ക് വരാൻ പറ്റുമോ ലഞ്ചിന്? നിന്റെ വീട്ടിൽ? എൻ്റെ സിസ്റ്ററുടെ നിൽക്കാ. നാളെ റിയ ഉണ്ടാവും. നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് സംസാരിക്കാം. ഇതാ എൻ്റെ അഡ്രസ്സ്. ആൾ പോയി. റിയ എന്നെ നോക്കി ചിരിച്ചു. ഒത്തിരി സന്തോഷമായി. പിറ്റേന്ന് ഞാൻ നിക്കാഹിന് പോയി. എന്നെ സുബിയോട് ഉമ്മാക്കും ഉപ്പാക്കും പരിചയപ്പെടുത്തി കൊടുത്തു. സർ, മുകളിലുണ്ട് റിയ. ഞാൻ അങ്ങോട്ട് പോയി. അധികം ആളുകളൊന്നുമില്ല ഫംഗ്ഷനിൽ. ബാൽക്കണിയിൽ അവർ 3 പേര് നിൽക്കുകയായിരുന്നു. എന്നെ കണ്ടപ്പോൾ ഹസ്നയും നീതും പോയി. ഹായ് റിയ, നിനക്ക് എന്തിനോട് പറയാനുള്ളത്? സാറിനെന്താ അറിയാനുള്ളത്? എനിക്കറിയാനുള്ളത് എന്താണെന്ന് നിനക്കറിയാലോ, റിയ പറഞ്ഞു. അവൾ സാറിനോട് പറയാൻ തുടങ്ങി. ഒരു ദിവസം നീ ഒരുങ്ങി കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടു. ഫാസിൽ ചോദിച്ചു. നാ വരുന്നു ഫാസിലിക്ക. ആൾ അവിടുന്ന് പോയതൊരു ഹോട്ടലിലേക്കാണ്. ഒരു റൂമിലേക്ക് പോയി. ഇതാണ് എൻ്റെ ഫ്രണ്ട്. അവൻ പരിചയപ്പെടുത്തി. ഇതൊക്കെ സായിപ്പന്മാരാണല്ലോ. ദിസ് ഈസ് മൈ വൈഫ്, ടേസ്റ്റ് യു. അവൻ പറഞ്ഞു. അവൻ അവൾ ആർക്കുമേൽ തള്ളിയിട്ടു. എന്താണെന്നറിയാതെ മിഴിച്ചു നിൽക്കായിരുന്നു താത്ത. ഇക്ക? നീയല്ലേ പറഞ്ഞ് കഴുത്തൊയിൽ നോക്കാമെന്ന്. എനിക്ക് ഇതൊക്കെ അറിയൂ. ഇന്ന് നീ ഇവർക്കൊപ്പം കഴിയും, എന്നിട്ട് അടുത്ത് നോക്കാം. എന്നെ ചതിക്കായിരുന്നോ? അല്ലാതെ എന്തിനാണ് എനിക്ക് നിന്റെ സ്വത്തിന് വേണ്ടി മാത്രമാണ് നിന്നെ കിട്ടിയത്. അവനവളുടെ മുഖത്ത് ആഞ്ഞടിച്ചു. അവന്റെ മുഖം ദേഷ്യത്താൽ ചുവന്ന് വിറച്ചു. നീ അവനവളുടെ കഴുത്തിന് പിടിച്ചു. നിനക്ക് എന്നെ കുറിച്ച് എന്തറിയാടി? ഞാനൊരു കൊലപാതകിയാ, അതും പീഡിപ്പിച്ചു വന്ന്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് ഒളിക്കാനൊരു സ്ഥലം വേണമായിരുന്നു. അതിനുവേണ്ടിയാ കമ്പനിയിൽ വന്ന്. മോഷ്ടിച്ച് മുങ്ങാനായിരുന്നു ആഗ്രഹം. പക്ഷേ ഷിയാബ് നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് മനസ്സിലായി. എന്തോ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന എനിക്ക് തട്ടിപ്പറിക്കാൻ തോന്നും. പിന്നെ നിന്റെ സമ്പത്തും. നിന്നെ കിട്ടിയാൽ എങ്ങനെയെങ്കിലും എൻ്റെ കൈ കിട്ടുമെന്ന് കരുതി. പക്ഷെ നിന്നെ അവർ വീട്ടിൽ കയറ്റിയില്ല. കേസ് കൊടുക്കാമെന്ന് കരുതിയപ്പോൾ നിന്റെ ഒരു കൈത്തൊഴിൽ അവനവളുടെ കഴുത്തിൽ മുറുക്കി. പിന്നെ നിന്നെ കൊണ്ട് എനിക്ക് എന്തോ ഉപകാരമുള്ളത്? ഗൈസ് എൻജോയ്. അവളെ അവിടെ തള്ളി റൂമിന് പുറത്ത് പോയി വാതിലടച്ചു. അവരവളെ പിടിച്ചു. അവൾ കുതിരി ഒച്ചയുണ്ടാക്കാൻ തുടങ്ങി. ഹലോ, നീ എവിടെ? ഞാനിവിടെ ഉണ്ട്. നീ ഇങ്ങോട്ട്. ഹോട്ടലിന്റെ മറുവശത്ത് ശ്യാബാലയുടെ ഫോൺ സംസാരിക്കായിരുന്നു. അപ്പോഴാണ് അവന്റെ ശ്രദ്ധയിൽ അവിടെ നിലവിളി കേട്ടത്. അവൻ ആ റൂമിന്റെ അടുത്തേക്ക് പോയി. ഹോട്ടലിലെ സെർവറിനെ വിളിച്ച് വാതിൽ തുറപ്പിച്ചു. അവനെ കണ്ടപ്പോൾ അവൾ ഓടി വന്ന് കരഞ്ഞ് കെട്ടിപ്പിടിച്ചു. പോലീസ് വന്ന് ഫാസിലിനെയും ടൂറിസ്റ്റുകളെയും പിടിച്ചുകൊണ്ടുപോയി. ഫാസിൽ ഒരു കൊലപാതകയായിരുന്നുകൊണ്ട് ശിക്ഷ ഇരട്ടിയാക്കി. എൻ്റെ ഇത്തക്ക് ആ ഷോക്കിൽ നിന്ന് മോചിതയാവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അല്ല, എന്താ ഫാസിൽ നിന്നോട് ഇത്രയ്ക്ക് വൈരാഗ്യം? സ്വത്തിന് വേണ്ടിയായിരിക്കും. എനിക്കതെല്ലാം നിങ്ങളോട് പറയണമെന്ന് തോന്നി, അതാ പറഞ്ഞു. റിയ, നിനക്കെന്നെ ഇഷ്ടമല്ലേ? ആളൊന്നും പറയാതെ മുന്നോട്ട് നടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.